കുടുംബം, അർജുൻ്റെ കുടുംബത്തിൽ പലരും അവിടെയുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അവർ സ്വാഭാവികമായിട്ടും ഇതിൽ വല്ലാത്തൊരു മാനസികാവസ്ഥ ഇവിടെ ഭാഗമായി ഇതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റും അറിയാൻ ആഗ്രഹിക്കും. അത് സ്വാഭാവികമാണ്. അത് അവരെ അറിയിക്കണം. അത് അവരെ അറിയിക്കുന്ന സംവിധാനം ഉണ്ടാവണം. രക്ഷാദൗത്യം നടക്കുന്നിടത്തേക്ക് അവരിൽ അർജുൻ്റെ ബ്രദറിലോ ഉൾപ്പെടെ ജിതിൻ ഉൾപ്പെടെയുള്ളവർക്ക് പോകാനുള്ള പാസ് സംവിധാനവും മറ്റു സൗകര്യവും ഏർപ്പെടണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചതാണ്. അതുപോലെ അവിടുത്തെ ഓരോ ഡെവലപ്മെൻറ്റും അവരെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടാവണം. ഇത് നിർബന്ധമാണ്. അതും പൊതുവെ അവിടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. രക്ഷാദൗത്യത്തിൽ നിന്നും പിറകോട്ട് പോകാതെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഒരു ടീമായി നിന്ന് ചെയ്യുക. അതാണ് പ്രധാനം. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഇപ്പം നമ്മൾ അതിലൊരു കുറ്റപ്പെടുത്തി പോകുന്ന സ്ഥിതി പാടില്ല. പക്ഷെ ഒരു മീറ്റിങ്ങിൽ ഇപ്പോൾ നമ്മളൊക്കെ പ്രത്യേകിച്ച് സർക്കാർ സംവിധാനത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലൊക്കെയാണ് നമ്മൾ നന്നായി ആലോചിച്ച് എല്ലാ വശവും ചർച്ച ചെയ്ത് അങ്ങനെയാണല്ലോ ഒരു നിർദ്ദേശം പറയുകയും അത് യോഗത്തിൽ ചർച്ച ചെയ്യുകയും അങ്ങനെ അത് തീരുമാനമാക്കുകയും ചെയ്യുക. എന്നാൽ മീറ്റിങ്ങിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ പിറകോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതി അത് ഒരു കാരണവശാലും ഒരു സർക്കാർ സംവിധാനത്തിൽ പാടില്ല. അത് അത് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഷിഫ്റ്റായി തന്നെ ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി അവിടെയുണ്ട്, പുതിയ 2 MLA മാർ ശ്രീ വിജിനും ശ്രീ രാജഗോപാലും അവിടെ ഉണ്ട്, മന്ത്രി AK ശശീന്ദ്രൻ അവിടെയുണ്ട്. നേരത്തെ ശ്രീ അഷ്റഫ് അതിൻ്റെ അടുത്ത് നമ്മുടെ മഞ്ചേശ്വരമാണ്, അദ്ദേഹമുണ്ട്. അതുപോലെ നമ്മുടെ സച്ചിൻ ദേവും ലിൻഡോയും അവിടെ പൂർണ്ണമായിട്ട് കുറേ ദിവസം ഉണ്ടായിരുന്നു. അതുപോലെ കർണാടകയിലെ ഉത്തരവാദിത്തപ്പെട്ടവരവിടെ ക്യാമ്പ് ചെയ്യണം. കർണാടകയിലെ മന്ത്രിസഭയിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ ക്യാമ്പ് ചെയ്യണം. ഇപ്പോൾ അത് കേരളത്തിലാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായ ഒരു മന്ത്രി അവിടെ പൂർണ്ണമായിട്ട് ഉണ്ടാവില്ലേ? നിങ്ങളിവിടെ ഏത് പ്രതിസന്ധിയുള്ള ഘട്ടത്തിലും തീർച്ചയായിട്ടും ക്യാമ്പ് ചെയ്യുന്ന ഒരു നില ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. നിപ്പ വന്നപ്പോൾ, ഓക്കി വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്യണം. ഒന്ന് വന്ന് സന്ദർശിച്ച് പോലല്ല, ദിവസങ്ങൾ ഇപ്പോൾ മറ്റെല്ലാ പരിപാടി ഒഴിവാക്കി കുറേ ദിവസം നിൽക്കണം എന്നല്ല, ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പാടാക്കി ക്യാമ്പ് ചെയ്യണം. ക്യാമ്പ് ചെയ്ത് അതിൻ്റെ നേതൃത്വം കൊടുക്കണം. ഒരു ജില്ലാ കലക്ടർ മാത്രം അതിന് നേതൃത്വമായി മാറുന്ന സ്ഥിതി ഉണ്ടാവരുത്. അവിടുത്തെ സ്ഥല MLA ഉണ്ട്, പക്ഷെ ഒരു സ്ഥല MLAക്ക് അതിന് പല പരിമിതികളും ഉണ്ടാകും. അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി ആരെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ്.